കേരളത്തിൽ വിജയഗാഥ രചിച്ച് ഇടതുപക്ഷം 3-2 ഭൂരിപക്ഷത്തോടെ 91 സീറ്റുകളായി LDF സംസ്ഥാനത്ത് അധികാരത്തിൽ. 10 ജില്ലകൾ LDFനൊപ്പം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ LDF അധികാരത്തിലേക്ക്. 140 സീറ്റുകളിൽ 91 സീറ്റുകൾ നേടിയാണ് LDF അധികാരം പിടിച്ചെടുത്തത്. UDFന് 47 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. നേമത്ത് BJP വിജയിച്ചു. മുതിർന്ന LDF നേതാക്കളായ പിണറായി വിജയനും VS അച്യുതാനന്ദനും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പതിനൊന്ന് ജില്ലകളിലും വ്യക്തമായ മേൽക്കൈയോടെയാണ് LDF അധികാരം പിടിച്ചെടുത്തത്. കൊല്ലം, തൃശൂർ ജില്ലകൾ LDF തൂത്തുവാരുകയായിരുന്നു. UDFന്റെ കോട്ടയായി അറിയപ്പെടുന്ന പത്തനംതിട്ടയിൽ 4 സീറ്റുകളിലാണ് LDF വിജയം കൈവരിച്ചത്. ഇവിടെ UDFൽ നിന്ന് അടൂർ പ്രകാശിന് മാത്രമാണ് വിജയം നേടാനായത്. ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലും മിന്നുന്ന വിജയമാണ് LDF കൈവരിച്ചത്. മലപ്പുറം, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകൾ മാത്രമാണ് UDFന് അല്പമെങ്കിലും ആശ്വാസം നൽകിയത്. മുതിർന്ന LDF നേതാക്കളായ പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ എന്നിവർ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പിണറായി വിജയന് 36,905 വോട്ടിന്റെയും VS അച്യുതാനന്ദന് 27,142 വോട്ടിന്റെയും ഭൂരിപക്ഷമാണ് ലഭിച്ചത്. 47 സീറ്റുകളിലേക്ക് UDF ചുരുങ്ങിയപ്പോൾ കോൺഗ്രസിന് 21 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ലീഗ് 17 സീറ്റുകളിൽ വിജയിച്ച് ഏകദേശം കോൺഗ്രസിനൊപ്പം തന്നെ എത്തുകയും ചെയ്തു. UDFലെ പ്രമുഖരായ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, KM മാണി, കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ വിജയിച്ചു. ജനതാദൾ U, RSP, CMP എന്നീ UDF ഘടകകക്ഷികൾ സംപൂജ്യരായി മാറി. MV ശ്രേയാംസ്കുമാറും CP ജോണും ഷിബു ബേബി ജോണും A അസീസും KP മോഹനനും തകർന്നടിഞ്ഞു. കേരള കോൺഗ്രസ് വിട്ട് LDFിലെത്തിയ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ 4 സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടു. പൂഞ്ഞാറിൽ സ്വതന്ത്രനായി മത്സരിച്ച PC ജോർജിന് വിജയം കൈവരിക്കാനായി. അതേസമയം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് BJPയുമായി കൂട്ടുചേർന്ന് മത്സരിച്ച BDJSന് തിരിച്ചടി നേരിടേണ്ടിയും വന്നു. നിർണായക ശക്തിയായി മാറുമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനം. നേമത്ത് രാജഗോപാലിലൂടെ അക്കൗണ്ട് തുറന്നത് മാത്രമാണ് BJPക്ക് ആശ്വാസമായി മാറുന്നത്. 10-ന് മുകളിൽ സീറ്റുകൾ ലഭിക്കുമെന്നും നിർണായക ശക്തിയായി മാറുമെന്നുമായിരുന്നു BJPയുടെ വാദം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ തെരഞ്ഞെടുപ്പോടെ RSPയും JDUവും CMPയും നാമാവശേഷമായി. എല്ലാ സീറ്റിലും കനത്ത തോൽവിയാണ് ഈ പാർട്ടികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ജനതാദൾ യുണൈറ്റഡ് മത്സരിച്ച 7 സീറ്റിലും അവരെ ജനം പരാജയപ്പെടുത്തി. കൽപ്പറ്റയിൽ MD ശ്രേയാംസ്കുമാർ CPIMലെ CK ശശീന്ദ്രനോടാണ് പരാജയം സമ്മതിച്ചത്. മന്ത്രി KP മോഹനും ജനവിധി എതിരായി. കുന്നമംഗലത്ത് CMP ടിക്കറ്റിൽ മത്സരിച്ച CP ജോണും കടപുഴകിയതോടെ CMPയും തകർന്നു. RSPക്കാണ് കനത്ത വില നൽകേണ്ടി വന്നത്. കൊല്ലം മുതൽ ചവറ വരെയുള്ള പാർട്ടി എന്ന ഖ്യാതിക്ക് പോലും അടിസ്ഥാനമില്ലെന്നതിന്റെ തെളിവായി അവർ മത്സരിച്ച 5 സീറ്റിലെയും പരാജയം. ചവറയിൽ പിതാവിന്റെ ശിഷ്യൻ വിജയൻപിള്ളയോട് മത്സരിച്ചാണ് മന്ത്രി ഷിബു ബേബി ജോൺ 6000 വോട്ടുകൾക്ക് അടിയറവ് പറഞ്ഞത്. അതേസമയം പാർട്ടി സെക്രട്ടറി A അസീസിന്റെ തോൽവി RSPയെ പിടിച്ചുലച്ചു. ഇടതുപക്ഷത്തെ ഉപേക്ഷിച്ച് UDFിലേക്ക് പോയപ്പോൾ മനസ്സില്ലാതെയാണെങ്കിലും അടിയുറച്ചു നിന്ന അമരക്കാരന് നഷ്ടം ചെറുതല്ല. കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോനെ പരാജയപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ 20,000 വോട്ടർമാർ കുഞ്ഞുമോന്റെ ടോർച്ചടയാളത്തിൽ വിരലമർത്തി മറുപടി നൽകുകയായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPയുടെ വീഴ്ചയാണ് ഇടതുമുന്നണി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. UDFിലെ വൻമരങ്ങൾ കടപുഴകി വീണ ഇടത് തരംഗത്തിൽ 4 മന്ത്രിമാരും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പരാജയത്തിന്റെ രുചി അറിഞ്ഞു. K ബാബു, ഷിബു ബേബി ജോൺ, KP മോഹനൻ, PK ജയലക്ഷ്മി എന്നിവരാണ് പരാജയപ്പെട്ട മന്ത്രിമാർ. DYFI നേതാവ് M സ്വരാജ്, JNU താരം മുഹമ്മദ് മൂസിൻ, മാധ്യമപ്രവർത്തക വീണ ജോർജ് തുടങ്ങിയവരുടെ അട്ടിമറി വിജയങ്ങൾ വലതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. K ബാബു, ഷിബു ബേബി ജോൺ, KP മോഹനൻ, PK ജയലക്ഷ്മി എന്നിവരാണ് പരാജയപ്പെട്ട മന്ത്രിമാർ. തൃപ്പൂണിത്തുറയിൽ 6ാം വിജയത്തിനിറങ്ങിയ K ബാബുവിനെ DYFI സംസ്ഥാന സെക്രട്ടറി M സ്വരാജ് 4467 വോട്ടുകൾക്കാണ് അട്ടിമറിച്ചത്. സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും തിളക്കമുള്ള വിജയങ്ങളിലൊന്നാണ് സ്വരാജിൻ്റേത്. മറ്റൊരു മന്ത്രിയായ ഷിബു ബേബി ജോണിനെ വിജയൻപിള്ള ചവറയിൽ അട്ടിമറിച്ചത് 6180 വോട്ടുകൾക്കാണ്. മന്ത്രി KP മോഹനൻ കൂത്തുപറമ്പിൽ KK ശൈലജയോട് 12291 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രിക്കും ഇക്കുറി നിയമസഭ കാണാനായില്ല. മാനന്തവാടിയിൽ PK ജയലക്ഷ്മിയെ 1307 വോട്ടുകൾക്കാണ് CPIMലെ OR കേളു പരാജയപ്പെടുത്തിയത്. പരാജയത്തിന്റെ കൈപ്പറഞ്ഞവരിൽ സ്പീക്കർ N ശക്തനും ഡെപ്യൂട്ടി സ്പീക്കർ പാലോട് രവിയും ഉൾപ്പെടുന്നു. പട്ടാമ്പിയിൽ JNU താരം മുഹമ്മദ് മുഹസിന്റെ വിജയമാണ് തിളക്കമാർന്ന നേട്ടങ്ങളിലൊന്ന്. 4ാം വിജയത്തിനിറങ്ങിയ CP മുഹമ്മദിനെ 7404 വോട്ടുകൾക്കാണ് മുഹമ്മദ് മുഹസിൻ അട്ടിമറിച്ചത്. മാധ്യമപ്രവർത്തക വീണ ജോർജ് ത്രികോണ മത്സരത്തിൽ ആറന്മുള പിടിച്ചടക്കി. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പരാജയത്തിലൂടെ UDFന് നഷ്ടപ്പെട്ടത് ഒരു ഉറച്ച സീറ്റാണ്. മൂവാറ്റുപുഴയിൽ ജോസഫ് വാഴക്കിനെ എൽദോസ് എബ്രഹാമും, കോതമംഗലത്ത് മുൻമന്ത്രി TU കുരുവിളയെ ആന്റണി ജോണും അട്ടിമറിച്ചു.
ഇരിങ്ങാലക്കുടയിൽ സർക്കാർ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടനാണ് പരാജയമറിഞ്ഞ പ്രമുഖരിൽ മറ്റൊരാൾ. ചിറ്റൂരിൽ 5ാം തവണ അംഗത്തിനിറങ്ങിയ കെ അച്യുതനെ ജനതാദൾ എസിലെ കെ കൃഷ്ണൻകുട്ടി 7285 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. താനൂരിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ പരാജയം മുസ്ലിം ലീഗിനേറ്റ തിരിച്ചടിയായി. ചരിത്രത്തിലാദ്യമായാണ് താനൂർ ലീഗിന് നഷ്ടമായത്. കാരാട്ട് റസാക്കിലൂടെ ലീഗിൽ നിന്നും കൊടുവള്ളിയും ഇടതുപക്ഷം പിടിച്ചെടുത്തു. ചുരുക്കത്തിൽ വലതുപക്ഷത്തെ വൻമരങ്ങൾ പലതും കടപുഴകിയ തിരഞ്ഞെടുപ്പ് കൂടിയായി ഇത്. സാലി മുഹമ്മദ്, കൊച്ചി. ധർമ്മടത്ത് പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിന് നേരെയുണ്ടായ RSSന്റെ ബോംബേറിൽ ഒരു CPIM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. പിണറായി സ്വദേശി രവീന്ദ്രനാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ധർമ്മടം, പിണറായി, എരഞ്ഞോളി, കോട്ടയം പൊയിൽ എന്നിവിടങ്ങളിൽ നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താലിന് CPIM ആഹ്വാനം ചെയ്തു. കണ്ണൂർ ജില്ലയിൽ ഇടതുപക്ഷം നേടിയ വിജയത്തിലും ധർമ്മടത്ത് വൻ ഭൂരിപക്ഷം നേടിയതിന്റെ ആവേശത്തിലും ഇടതുപ്രവർത്തകർ ആഘോഷിക്കുന്നതിനിടയിലാണ് പുത്തൻകണ്ടത്ത് വെച്ച് വാഹനത്തിനു നേരെ RSS പ്രവർത്തകർ ബോംബെറിഞ്ഞത്. ബോംബെറിഞ്ഞു വീഴ്ത്തിയ CPIM പ്രവർത്തകൻ കരിന്താങ്കണ്ടി രവീന്ദ്രന്റെ ശരീരത്തിൽ RSS പ്രവർത്തകർ വാഹനം ഇടിച്ചു കയറ്റി. രവീന്ദ്രൻ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ മരിച്ചു. ബോംബേറിൽ തകർന്ന വാഹനത്തിൽ ഉണ്ടായിരുന്ന രവീന്ദ്രന്റെ മകൻ ജിതിൻ, ചേരിക്കൽ സ്വദേശികളായ പ്രസൂൺ, സായൂജ്, ലിജു എന്നിവർ ആക്രമണത്തിൽ പരിക്കേറ്റ് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒരു പ്രകോപനവുമില്ലാതെ തികച്ചും പൈശാചികമായി നടത്തിയ കൊലപാതകം RSS ഉന്നതതല ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. പുത്തൻകണ്ടം RSSന്റെ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രത്തിൽ വെച്ച് ബോംബെറിഞ്ഞ് ബോംബേറിൽ പരിക്കുപറ്റി രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നിലത്തു വീണു. രവീന്ദ്രന്റെ ദേഹത്തൂടെ ഒരു വാഹനം കയറ്റിയതിന് ശേഷമാണ് തലയും നെഞ്ചും ചതഞ്ഞരിഞ്ഞ് സഖാവ് രവീന്ദ്രൻ കൊല ചെയ്യപ്പെട്ടത്. ഇത്രയും കിരാതവും നിന്ദ്യവുമായിട്ടുള്ള കൊലപാതകം RSS ഉന്നത തലത്തിൽ ഗൂഢാലോചന നടത്തി സംഘടിപ്പിച്ചതാണ് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. മട്ടന്നൂർ കരേറ്റയിലും CPIM പ്രവർത്തകൻ അനിലിനു നേരെ RSS പ്രവർത്തകർ ബോംബെറിഞ്ഞ് കടയിൽ കയറി വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചു. അനിൽ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാളെ ഇടതുമുന്നണി പ്രവർത്തകർ കണ്ണൂർ ജില്ലയിൽ നടത്താനിരുന്ന ആഹ്ലാദ പ്രകടനം നിർത്തിവെച്ചതായി നേതൃത്വം അറിയിച്ചു. 2 മണി മുതൽ 6 മണി വരെ രവീന്ദ്രന്റെ സംസ്കാര ചടങ്ങ് സമയത്ത് പിണറായി, വേങ്ങാട്, ധർമ്മടം, കോട്ടയം പൊയിൽ പഞ്ചായത്തുകളിൽ ഹർത്താലിനും ആഹ്വാനം ചെയ്തു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.